മൈസൂർ ബംഗളൂരു ഹൈവേയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാത്രി 9:30 കോഴിക്കോട് നിന്ന് രാത്രി 9:30 പോയ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടക്ടർ മരണപ്പെട്ടു എന്ന വാർത്തയൊക്കെ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. രാവിലെ അപകടങ്ങളുടെ വാർത്തയാണല്ലോ, വലിയ സങ്കടമാണല്ലോ സംഭവിക്കുന്നത്. PJ അരുൺ ചേർന്നുണ്ട്. അരുൺ, ഒരു ദുരന്ത വാർത്ത കൂടി എത്തുകയാണ്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ KSRTC ബസ് അപകടത്തിൽപ്പെടുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് അരുൺ വിവരങ്ങൾ? മനു, വലിയൊരു ആക്സിഡന്റ് തന്നെയാണ് ഈ കർണാടക സംസ്ഥാനത്ത് മൈസൂരു ബംഗളൂരു ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്നത്. മാണ്ടിക്ക് സമീപം രാംനഗറിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഡിപ്പോയിലെ വണ്ടിയാണ്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും ഇന്നലെ രാത്രി 9:30 ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ച സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വണ്ടിയുടെ ആ ബസ്സിന്റെ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ് വണ്ടി ചിന്നിച്ചിതറി പോവുക എന്നൊക്കെ പറയില്ല, ചേസെല്ലാം ഇളവി മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വലിയൊരു മേജർ ആക്സിഡന്റ് തന്നെയാണ്. വലിയൊരു ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അത് ബസ്സിന്റെ കണ്ടക്ടറാണ്, കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം. കണ്ടക്ടർ കം ഡ്രൈവറാണ് ഇദ്ദേഹം. മാറി വാഹനം നിയന്ത്രിച്ചിരുന്ന ആളാണ് ഇയാൾ. കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം രാവിലെ 7 മണിക്ക് അടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിരവധി ആളുകൾക്ക്, യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു വണ്ടികളുമായി കൂട്ടിയിടിച്ചല്ല ഇത് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാഹനത്തിന് നിയന്ത്രണം വിട്ടുപോവുകയായിരുന്നു, അങ്ങനെയാണോ അപകടം സംഭവിച്ചത്? അതിനെക്കുറിച്ച് അറിവുണ്ടോ? നമുക്ക് പ്രാഥമികമായി ഈ ഒരു ഹൈവേയിൽ 100 കിലോമീറ്റർ വേഗത വരെ അനുവദിക്കുന്ന ഒരു ഹൈവേ ആണ്. അപ്പൊ ഈ വണ്ടി അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്ന പ്രാഥമികമായ വിവരം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മരണസംഖ്യ 2 ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഡ്രൈവറാണോ അതോ മറ്റേതെങ്കിലും യാത്രക്കാരാണോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാലും ഈ പരിക്കേറ്റവരെയും മറ്റ് ഈ മരിച്ച കണ്ടക്ടറുടെ മൃതദേഹം അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ 9:30 തിരിച്ച വാഹനമാണ്, അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന വാഹനമാണല്ലേ? അതെ, കോഴിക്കോടിൽ നിന്നും ബംഗളൂരു. ഒരു മിനിറ്റ് അരുൺ, നമ്മൾ ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അരുൺ, ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുന്നതാണ്. ആ വാഹനം അമ്പാടെ തകർന്നു പോയിരിക്കുന്നു, അത്രമേൽ നമ്മളെ ഭയപ്പെടുത്തുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അതാ തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ്, മുൻഭാഗങ്ങളെല്ലാം തകർന്ന് നശിച്ചു പോയിരിക്കുന്നു എന്ന് പറയാം, തകർന്നു പോയിരിക്കുന്നു. അത്രമേൽ ഭയാനകമായ ഒരു അപകടമാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അരുൺ, ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭീകരമാണ്. അതെ മനു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു വലിയൊരു അപകടം തന്നെയാണ്. കാരണം പ്രാഥമികമായ വിവരങ്ങളിൽ മാത്രമാണ് ഈ ഒരു അപകടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ ആണ്, 100 കിലോമീറ്റർ വരെ വേഗത അനുവദിച്ചിരിക്കുന്ന റോഡാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം നല്ല വേഗതയിലായിരിക്കും വരിക. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സഞ്ചരിച്ചിരുന്ന ആ ദിശയിൽ നിന്ന് മാറി എതിർ ദിശയിലേക്ക് ആ വേലി തകർത്തുകൊണ്ട്, ആ ഡിവൈഡറും തകർത്തുകൊണ്ട് അപ്പുറത്തെ ദിശയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നമുക്ക് ആ ചേസിന്റെയും ആ ഷാസിയുടെ എല്ലാ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതായി കാണാം. അത് നിശേഷം തകർന്നു പോയിരിക്കുന്നു അരുൺ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അപകടത്തിന്റെ വ്യാപ്തി എന്ന് തോന്നുന്നു. അതെ തീർച്ചയായും മനു. കാരണം അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം അതിന്റെ ചേസ് എല്ലാം അടർന്ന് തല കീഴായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു ഷാസി മാത്രമാണ് ഇപ്പുറത്ത് ഈ തല കീഴായി കിടക്കുന്നത്. അതിൽ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ അപകടത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു അപകടത്തിൽപ്പെട്ടാൽ പോലും ഇതിന്റെ ഒരു അപകട തീവ്രത നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഡിവൈഡർ എല്ലാം ഇടിച്ച് തകർത്ത് അപ്പുറത്ത് പോയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. രാവിലെ അതുവഴി പോയ മലയാളികളായ കാർ യാത്രികർ ാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളെല്ലാം ഈ മൊബൈലിൽ പകർത്തി പുറംലോകിക്ക് എത്തിക്കുകയായിരുന്നു. രാവിലെ എന്ന് പറയുന്ന സ്ഥലത്താണല്ലേ? ബിഡതി എന്ന് പറയുന്ന സ്ഥലത്തല്ലേ? അതെ ഈ മാണ്ടിക്കടുത്ത് രാംനഗർ എന്ന് പറയുന്നത്, രാംനഗർ വില്ലേജിനടുത്ത് വരുന്ന പിടരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ മാണ്ഡ്യ കഴിഞ്ഞ് 5 കിലോമീറ്ററിനടുത്താണ് ഈ പിടരി എന്ന് പറയുന്ന സ്ഥലം. ഇതിനടുത്ത് തന്നെയാണ് രാംനഗർ പിടരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള KSRTC അധികൃതർ ഉടൻ തന്നെ അവിടെ എത്തും എന്നുള്ളത് തന്നെയാണ്. പകരം സംവിധാനങ്ങളും മറ്റ് അധികൃതരും ബാംഗ്ലൂരിലും മൈസൂരിലുമുള്ള KSRTC അധികൃതർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവരുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരാളുടെ കാൽ അറ്റുപോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ കേൾക്കുന്നു. അരുൺ, ഈ പരിക്കേറ്റവരെയൊക്കെ ഏത് ആശുപത്രിയിലേക്കോ മറ്റോ മാറ്റിയതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ?
മാണ്ടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും മറ്റ് ഈ മെഡിക്കൽ കോളേജിലും ഈ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ള വിവരങ്ങളായി KSRTC അധികൃതരെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഈ മനു പറഞ്ഞതുപോലെ തന്നെ 20 പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് അത് പ്രാഥമിക വിവരമാണ്. ഈ പരിക്കേറ്റവരുടെ എണ്ണവും മരണസംഖ്യയും ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപകടത്തിന്റെ തീവ്രത നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞതുപോലെ കൈയും കാലിനും ഈ അവയവങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മരണസംഖ്യയും ഉയരാൻ ഒരു സാധ്യതയുണ്ട്. എന്തായാലും വാഹനം അമിത വേഗതയിലായിരുന്നു എന്ന് വേണം നമുക്ക് ഈ പ്രാഥമികമായി ഈ അവിടെ ഉണ്ടായിരുന്ന അതുവഴി പോയ വാഹനയാത്രക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാരണം അത്രയ്ക്കാണ് ആ വാഹനം ഇടിച്ച് തകർന്ന് ഇനി അതിലൊരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടതോ എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ആ KSRTC എന്ന് സൈഡിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സിമ്പിൾ മാത്രമാണ് അതിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നത്. ഈ അപകടം കണ്ട ആളുകളിൽ തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ്, ഇത് ഏത് വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്, ലോറിയാണോ ട്രക്കാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു KSRTCയുടെ വെള്ള നിറത്തിലുള്ള ഡീലക്സ് ബസിന്റെ KSRTC എന്ന് എഴുതിയിരിക്കുന്ന എംബ്ലം ഈ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് KSRTC ബസ്സാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം, ആ ഒരു അപകട ശബ്ദം കേട്ട് ആദ്യം അവിടെ എത്തിയ ഈ നാട്ടുകാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ സ്ഥലത്ത് നിന്ന് എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, എത്ര പേർക്ക് നിസ്സാര പരിക്കേറ്റു എന്നുള്ളതിലെല്ലാം ഇനിയായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനാവും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഈ ഉണ്ടായിട്ടുള്ളത്. രാത്രി 9:30 ഇവിടെ നിന്ന് തിരിച്ച ബംഗളൂരിലേക്ക് ലക്ഷ്യമായി തിരിച്ച ഒരു വണ്ടി, ആ ഒരു ബസ്സാണ് രാവിലെ ഒരു 7 മണിയോടുകൂടി ഈ മണ്ടിക്ക് സമീപം ഈ പിടരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് നമുക്ക് എന്തായാലും ആത്മാർത്ഥമായി ആഗ്രഹിക്കും. കാരണം ഒരു അപകടവും കൂടുതൽ വിവരങ്ങൾ എടുക്കുക, ഇനി കൂടുതൽ ആളുകൾക്ക് ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഈ അപകടത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കണ്ടിട്ട് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നമ്മളെ. അത്രമേൽ ഭീകരമായ അപകടമാണ് നടന്നിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ആ ബസ് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു, തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ്. അതായത് മാണ്ഡ്യയ്ക്ക് സമീപം രാംനഗറിന് തൊട്ടടുത്തുള്ള ബിഡതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 മണിക്ക് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്സാണ്.